അപ്പോൾ ഡേ 6 ഓഫ് റമദാൻ. ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഒരു റീക്യാപ്പ് പോലെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം സമയം 11:01. അപ്പോൾ ഇന്ന് രാവിലെ 4 മണിക്ക് ഞാൻ എഴുന്നേൽക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ അതിനുശേഷം ഒരു 1 അവർ ഞാൻ വീണ്ടും ഉറങ്ങുന്നു. അതിനുശേഷം വീണ്ടും എഴുന്നേൽക്കുന്നു, വൈഫിനെ കൊണ്ട് സ്കൂളിൽ ആക്കുന്നു, ബിക്കോസ് ഷീ ഈസ് എ ടീച്ചർ. അതിനുശേഷം പിന്നെ വീണ്ടും തിരിച്ചു വരുന്നു, ഒരു 1 അവർ ഞാൻ വീണ്ടും ഉറങ്ങുന്നു. പിന്നെ ഞാൻ റെഡി ആവുന്നു, എൻ്റെ ഷോപ്പിലേക്ക് പോകുന്നു, ബിസിനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കുന്ന ഒരു 5:30 ആകുമ്പോൾ ഞാൻ വീണ്ടും പള്ളിയിലേക്ക് പോകുന്നു. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം വേറെ അല്ലാതെ പള്ളിയിൽ പോകുന്നുണ്ട്. അതുകൂടാതെ ഞാൻ വീണ്ടും 5:30 ആകുമ്പോൾ വീണ്ടും ഞാൻ പള്ളിയിലേക്ക് പോകുന്നു. അവിടെ ഇഫ്താറിൻ്റെ സമയം, അതായത് ഏകദേശം ഒരു 6:30 ആകുമ്പോൾ ഇഫ്താറിൻ്റെ സമയം, നോമ്പ് തുറക്കാനായിട്ട് ആൾക്കാർ വരും. അപ്പോൾ അതിന് മുൻപായിട്ട് ഞങ്ങളൊരു 15 പേരുണ്ട്. അപ്പോൾ പള്ളിയിൽ ഏകദേശം ഒരു 1100 പേര് പങ്കെടുക്കുന്ന ഒരു ഇഫ്താർ ഒരു പാർട്ടിയാണ്. അപ്പോൾ ആ ഒരു സമയം ആൾക്കാർ വരുമ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഫുഡും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്യുന്നു. ചെയ്യാൻ വേറെ ആളുണ്ട്, നമ്മളാണ് ഇത് മുഴുവൻ വിളമ്പിയും ടേബിളൊക്കെ സെറ്റ് ചെയ്ത് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത്. അതിനുശേഷം 6:30 ആകുമ്പോൾ നോമ്പ് തുറക്കുന്നു. നോമ്പ് തുറന്നതിന് ശേഷം ഈ ഇഫ്താർ കഴിച്ചിട്ട് പോകുന്നവരുടെ എല്ലാ ടേബിളും കാര്യങ്ങളും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് തിരിച്ച് വീട്ടിലെത്തുന്നു. ഞാൻ ഫ്രഷ് ആകുന്നു, വീണ്ടും എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ അത് കഴിച്ച് വീണ്ടും ഒരു 8:30 ആകുമ്പോൾ പള്ളിയിലേക്ക് പോകുന്നു. പിന്നെ 10:15 ആകുമ്പോൾ തിരിച്ചെത്തും, ഡ്രസ്സ് ചെയ്യുന്നു, ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വാമപ്പ് ചെയ്യുന്നു. എന്നിട്ട് കറക്റ്റ് ഏകദേശം ഒരു 10:30 അല്ലെങ്കിൽ 10:45 ആകുമ്പോൾ ഞാനൊന്ന് വാമപ്പിന് സ്റ്റാർട്ടാകും. 15 മിനിറ്റ്സ് കൊണ്ട് വാമപ്പ് പൂർത്തിയാവും. ഇപ്പോൾ ഏകദേശം ടൈം എന്ന് പറയുന്നത് 11:02. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ മെയിൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് ലെഗ് വർക്കൗട്ടാണ്. വേറെ യാതൊരു എക്വിപ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഓൾറെഡി ഇത് നേരത്തെ ഇതിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ ഞാനിത് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ റമദാൻ സമയത്ത്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ട്രെയിൻ ചെയ്യാൻ പോകുന്നത്. കാരണം അങ്ങനെ ഞാൻ അധികം ട്രെയിൻ ചെയ്യാറില്ലായിരുന്നു. എന്നാലും എനിക്ക് എന്തോ ഈ ഒരു സമയത്ത് എനിക്ക് ട്രെയിൻ ചെയ്താൽ കൊള്ളായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഞാനിപ്പം എൻ്റെ ട്രെയിനിങ് ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്ന് ഞാനിപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ല, ഇപ്പോൾ ഇച്ചിരി ബെറ്ററായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ സ്റ്റാമിനയിലാണെങ്കിലും എൻ്റെ ഫ്ലെക്സിബിലിറ്റിയിലാണെങ്കിലും സ്ട്രെങ്ത്തിലാണെങ്കിലും ഇപ്പോൾ 15 മിനിറ്റ്സ് ഞാൻ ട്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ എനിക്ക് വരുന്നുണ്ട് എന്നെനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങുന്നു. അപ്പം ഇന്ന് ഞാൻ യാതൊരു എക്യുപ്മെൻറ്റ്സ് ഒന്നും കൂടാതെ ഉള്ള ഒരു ലെഗ് വർക്കൗട്ടാണ്. അത് കൂടുതലും മാർഷൽ ആർട്ട് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു ട്രെയിനിങ് ആണ്. ഞാൻ ആകെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇത് ഒരു ആംഗിൾ വെയിറ്റ് ആണ്, 1/2 kg ഒരു ആംഗിൾ വെയിറ്റ് ആണ്. കാരണം അതുണ്ടെങ്കിൽ ഒരല്പം കൂടി എനിക്ക് പുഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ആംഗിൾ വെയിറ്റ് യൂസ് ചെയ്യാതെ പിന്നെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നണമെങ്കിൽ ഒരല്പമെങ്കിലും നമുക്ക് ആ ഒരു വെയിറ്റ് നമ്മുടെ കാലിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ആ റെസിസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് ഇത് ഊരി കഴിയുമ്പം കുറച്ചുകൂടെ നമുക്ക് ആ ഒരു പവറും ഫോഴ്സും നമുക്ക് ഇൻക്രീസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം 11:04 ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ 11:05 ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ 11:20 കൊണ്ട് എൻ്റെ വർക്കൗട്ട് മൊത്തം തീരണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോവുകയാണ്. നേരെ നിൽക്കുന്നു, ഫ്രണ്ട് കിക്ക് ഹോൾഡാണ്. ഒരു 10 to 15 അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡ്സ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അടുത്ത ലെഗും. ഇത് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഈ ലെഗ് എക്സ്റ്റൻഷനൊക്കെ നമ്മൾ മെഷീനിൽ ചെയ്യുന്നതിൻ്റെ ഒരു ഫോഴ്സായിട്ട് തന്നെ വരും. അതേ സെയിം എഫക്റ്റ് തന്നെ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നും. കാരണം യാതൊരു വെയിറ്റോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ നമ്മുടെ ലെഗിൻ്റെ സ്ട്രെങ്ത്തിനെ ഒന്ന് പീക്ക് ലെവലിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം, ബോഡി വെയിറ്റ് യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 10 to 15 സെക്കൻഡ്സ് ആണെന്ന് വിചാരിക്കുന്നത്. ഞാൻ ടൈമറൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ഏകദേശം ഒരു ഇത് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം. ഇനി അതുപോലെ തന്നെ സൈഡ് കിക്ക് ഹോൾഡ്. ഈ
ഹോൾഡ് ചെയ്യുന്ന തന്നെ പിന്നെ ഒരു 10 തവണ ഞാൻ റേസ് ചെയ്യുന്നു. ബാക്ക് ടു പൊസിഷൻ. അതിനുശേഷം ഓപ്പോസിറ്റ് ലെഗ് ഇതേപോലെ തന്നെ സൈഡ് കിക്ക് ഹോൾഡ്. ടെൻ ടൈംസ് ലിഫ്റ്റ് ചെയ്യുന്നു. 4, 5, 6, 7, 8, 9, 10. അടുത്തത് സൈഡ് കിക്ക് ഹോൾഡിൻ്റെ തന്നെ ഫിഗർ 8 പൊസിഷനിൽ ലെഗ് മൂവ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ കിക്ക് ചെയ്യുന്ന ലെവലിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ഫിഗർ 8 പൊസിഷനിൽ ലെഗ് മൂവ് ചെയ്യുന്നു. 1, 10 ടൈംസ്. 2, 3, 4, 5, 6, 7, 8, 9, 10. Opposite. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അയ്യോ. ഇനി അടുത്തതെന്ന് പറയുന്നത് ലോക്ക് 1, മിഡിൽ കിക്ക് 2, ഹൈ കിക്ക് 3, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓപ്പോസിറ്റ് ഇതുപോലെ തന്നെ 10 എണ്ണം. 1, 2, 3. ഈ കാല് പൊങ്ങാൻ ഇച്ചിരി പാടാണ്. 4, 5, 6, 7, 8, 9, 10. അതിനുശേഷം കാലൊന്നും പൊങ്ങുന്നേയില്ല കേട്ടോ. എൻ്റെ ഹിപ്പ് ഏകദേശം എനിക്ക് ഹെർണിയ ഇഞ്ചുറിക്ക് ശേഷം എനിക്ക് അധികം ഒരു പരിധി കൂടുതൽ ഞാൻ കുറേ റെസ്റ്റിനൊക്കെ
വന്നായിരുന്നു. അതിനുശേഷം പിന്നെ എനിക്ക് സ്പോട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ മേലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ ഏറെക്കുറെയൊക്കെ 2013-14 ആ ഒരു സമയം കൊണ്ട് തന്നെ എൻ്റെ ഫ്ലെക്സിബിലിറ്റി മൊത്തമായിട്ട് പോയി. ഹിപ്സ് എല്ലാം ഭയങ്കരമായിട്ട് ടൈറ്റായിപ്പോയി. പിന്നെ അതിനുശേഷം ഒരു പരിധി കൂടുതൽ പൊക്കുമ്പോൾ തന്നെ പേടിയാണ്. കാരണം ഈ സാധനം സർജറി ചെയ്തെന്ന് പറഞ്ഞാലും പിന്നെ ഇത് വരും എന്നുള്ള ഇതുകൊണ്ട് ഞാനിത് ചെയ്തിട്ടില്ല. അത് വെച്ചുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ട്രെയിൻ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ചെയ്ത് വന്ന് ഇപ്പോൾ അധികം ഫ്ലെക്സിബിലിറ്റി ഒന്നുമില്ല. ആകെ കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഇപ്പോൾ ലോ കിക്കും മിഡിൽ കിക്ക് ആ ഒരു റേഞ്ച് മാത്രമേ ഉള്ളൂ. ഹൈ കിക്ക് എനിക്ക് പിടിക്കാനായിട്ട് തന്നെ ഒരു പേടിയാണ്. അതുകൊണ്ട് ആ ഭാഗമൊക്കെ ഭയങ്കര ടൈറ്റായിട്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഇപ്പം 11:13 ആയി. ഇനി നമുക്ക് 7 മിനിറ്റ്സും കൂടിയാണുള്ളത്. ആ 7 മിനിറ്റ്സ് കൊണ്ട് മാക്സിമം കവർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ എയിം. അപ്പോൾ അതിൽ ആദ്യമേ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് വിടുന്നു കാലിനെ. ഹാംസ്ട്രിങ് സ്ട്രെച്ച്. ഓക്കെ, ഇനി ലെഗ് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ തന്നെ വെച്ചിട്ട് നേരെ ലിഫ്റ്റ് ചെയ്യുന്നു ഒരു 10 സെക്കൻഡ്സ്. ഓപ്പോസിറ്റ്. ഇനി 2 കാലും കൂടി ഒന്നിച്ച്. കമാ. അതിനുശേഷം അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഇതുപോലെ ഫിഗർ 4 എന്നുള്ള രീതിയിലിരിക്കുക. കൈ രണ്ടും ഫ്രണ്ടിലേക്ക് ഒരു സ്റ്റിയറിംഗ് വീലിൽ പിടിക്കുന്ന പോലെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് സൈഡിലേക്ക് കിക്ക് ചെയ്യുക 10 ടൈംസ്. കമോ. 1 2. ഹിപ്സിൻ്റെ ഈ ടൈറ്റ്നെസ് ഒക്കെ നമുക്ക് ഏറെക്കുറെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. 4 5 6. ഫ്ലെക്സിബിലിറ്റി ഒക്കെ കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സംഭവമാണ്. 8 9. Come on. 10. Opposite. 1 2 3 4 5 6. ഈ കൈ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഷോൾഡറിൽ നല്ല സ്ട്രെയിൻ വരും. അതും നല്ലതാണ്. 9 10. 11:16 ആയി. 4 more minutes. Come on. Next. ഇവിടെ കുറേ കട്ടനുറുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അതാണ് മനുഷ്യൻ ഡിസ്ട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാൻറ്റിൻ്റെ ഇടയിൽ കൂടി കയറി വന്നിട്ടൊരു കടി വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഗുജ ഗവ. Come on. 1 2 3 4 5 6 7 8 9 10. അടുത്ത് ബാക്കിലത്തെ കാല് നേരെ ഫ്രണ്ടിൽ കൊണ്ടുവരുന്നു. പിന്നെ അതുപോലെ തന്നെ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു. അതൊരു 10 ടൈംസ്. 2
3. Amazing. Come on, 4. Come on, 5. Come on, 6. Come on, 7. Come on, 8. 9. 10. ഇനി ഈ ഫ്രണ്ടിലത്തെ നേരെ ഇരിക്കുന്ന സംഭവം ഇതുപോലെ കിക്ക് ചെയ്യുന്നു 10 times. 1, 2, 3, 4, 5, 6. പിടിക്കാൻ പറ്റത്തില്ല. 7, 8, 9, 10. 2 more minutes. Come on, 11, 18. ഈ സെയിം സംഭവം തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം ഇന്നത്തെ വർക്കൗട്ടിൻ്റെ കാര്യം തീരുമാനമാകും. ഇതിൽ കൂടുതൽ ചെയ്യുന്നില്ല, കാരണം 15 minutes ഡ്രൈ ഫാസ്റ്റിങ്ങും കൂടി ആകുമ്പോൾ നമ്മൾ ഒരു പരിധിക്കുള്ളിൽ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റത്തില്ല. പുഷ് ചെയ്ത് കഴിഞ്ഞാൽ വീക്ക് ആയിക്കൊണ്ടിരിക്കും. 2, 3, 4, 5. ഞാടാ 6, 7, 8, 9. അങ്ങനെ വീക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ദിവസത്തേക്ക് പൊങ്ങത്തില്ല. കാരണം അടുത്ത ദിവസം ഇതുപോലെ തന്നെ നാളെ രാവിലെ 4 മണിക്ക് തന്നെ എഴുന്നേക്കണം. ഈ സെയിം റൂട്ടീൻ, രാവിലെ എഴുന്നേൽക്കുക, ഫുഡ് കഴിക്കുക, വീണ്ടും പള്ളിയിൽ പോവുക, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈ 30 ദിവസം. 1, 2, 3, 4, 5, 6, 7, 8, 9. Come on, 10. 10 more. ഇതും കൂടി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 20. അപ്പോൾ ഇന്നത്തെ ലെഗ് ട്രെയിനിങ് സെഷൻ ഏകദേശം തീർന്നിരിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് പുഷ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ സമയം അനുവദിക്കുന്നില്ല. കാരണം ഇറ്റ്സ് ഓൾറെഡി 11:20. ഇനി ഒരു 10 to 15 minutes ഒന്ന് കുളിക്കാനായിട്ട് എടുക്കും. പിന്നെ എല്ലാം ഒന്ന് സെറ്റായിട്ട് കിടന്ന് ഉറങ്ങി വരുമ്പോൾ ഏകദേശം 12-15. അപ്പോൾ ആകെ 345 hours ആണ് രാവിലെ എഴുന്നേക്കുന്നത്. ഈ 4 മണിക്ക് എഴുന്നേക്കുന്ന ആ ഒരു സമയം വരെ എനിക്ക് കിട്ടുന്നത്. അപ്പം അതൊട്ടും ഹെൽത്തി അല്ല, അൺഹെൽത്തിയാണ്. അപ്പം ആ ഒരു ലെവലിലേക്ക് പുഷ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ ഈ ഒരു സംഭവം വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ ഇതുപോലെ തന്നെ അപ്പർ ബോഡി സെഷനുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പർ ബോഡി സെഷൻ എന്ന് പറയുമ്പോൾ നാളെ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഷോൾഡറും ബാക്ക് വർക്കൗട്ടും കൂടിയാണ്. അപ്പം അത് ഒന്ന് ചെയ്ത് നോക്കണം. ഞാൻ കൂടുതലും ചെസ്റ്റും ബാക്കുമാണ് ചെയ്യാറ്. ഇത്തവണ ഞാനൊന്ന് മാറ്റി പിടിച്ച് ഷോൾഡറും ബാക്കും ഒന്ന് ചെയ്ത് അതെങ്ങനെ ഉണ്ടെന്ന് ഒന്ന് അറിയാം. മസിൽസിനെ ഒന്ന് ഷോക്ക് ചെയ്ത് വിടണം. എപ്പോഴും ചെസ്റ്റും ബാക്കും ചെയ്യുമ്പോൾ എൻ്റെ മസിൽസിനെ അറിയാം ഇന്ന സംഭവമാണ് ചെയ്യാൻ പോകുന്നതെന്ന്. നാളെ അത് മാറ്റി പിടിക്കുമ്പോൾ ശരിക്കും ഒരു ഷോക്കായിരിക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് മസിൽ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ.
അല്ലെങ്കിൽ വിചാരിക്കുന്നത്ര ആ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇത് കുറച്ചുകൂടെ നല്ല സൈക്കോളജിക്കലി നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് കുറച്ചുകൂടെ നല്ലപോലെ പുഷ് ചെയ്ത് നമ്മളെ വേറൊരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റിയ ഒരു തരത്തിലുള്ളൊരു സെഷനാണ് നാളത്തെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഓക്കെ, യാ, അപ്പോൾ ഡൺ.